സനോജി, നമ്മൾ ഇന്ന് ചർച്ചയ്ക്കിരിക്കുന്നത് ഇന്ന് നമ്മൾ തന്നെ പുറത്തുവിട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കേരളത്തിൽ ഇന്ന് കാർഗിൽ വിജയദിനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത സൈനികരെ മുഴുവൻ അപമാനിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ആ വാർത്തയാണ് നമ്മൾ ഇന്ന് പുറത്തുവിട്ടത്. അത് മറ്റൊന്നുമല്ല, ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ എന്ന ഇടതുപക്ഷ ബാങ്ക് ജീവനക്കാരുടെ സംഘടന, ആ സംഘടന നാളെ നടക്കാനിരിക്കുന്ന അവരുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ നോട്ടീസാണ് ഇന്ന് പുറത്തു വന്നത്. ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഒട്ടനവധി ആളുകളുടെ ശ്രദ്ധാഞ്ജലി അവർ നൽകുന്നുണ്ട്. ഒപ്പം അതിൽ മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിൻ്റെ പേര് കൂടി ഉണ്ട് എന്നുള്ളതാണ് അതീവ ഗൗരവമായിട്ടുള്ള കാര്യം. രാജ്യം മുഴുവൻ ഈ കാർഗിൽ യുദ്ധ വിജയം അതിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരമൊരു ശ്രദ്ധാഞ്ജലി ഉൾപ്പെടുത്തിയതിന് പിന്നിൽ എന്ത് എന്നതാണ് നമ്മൾ മുന്നോട്ട് വച്ച ചോദ്യം. അതിപ്പോൾ വ്യാപകമായി സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഇതിനോടകം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. വിമുക്ത ഭടന്മാരുടെ സംഘടനകളടക്കം ഇത് സംബന്ധിച്ച പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ്? ഇടതന്മാരായാൽ രാജ്യദ്രോഹികളാകേണ്ടതുണ്ടോ? തീർച്ചയായും വലിയ ദൗർഭാഗ്യകരമായ ഒരു വാർത്ത. പ്രത്യേകിച്ചും കുമാർ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കാർഗിൽ യുദ്ധം കഴിഞ്ഞിട്ട് രണ്ടേകാൽ പതിറ്റാണ്ടാകുന്നു, 25 വർഷങ്ങൾ. ആ 25 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആ 527 വീരജവാന്മാരുടെ അവരുടെ ആ ഒരു വിയോഗം ഇന്നും നമുക്ക് നടുക്കുന്ന ഒരു ഓർമ്മയാണ്. അപ്പോൾ ആ യുദ്ധത്തിനും ആ ജവാന്മാരുടെ വീര ത്യാഗത്തിനും ബലിദാനത്തിനുമൊക്കെ കാരണക്കാരനായ ഒരു വ്യക്തി, അദ്ദേഹത്തെ ഇതേ 25ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ തന്നെ അദ്ദേഹത്തിനൊരു ആദരവ് അർപ്പിക്കുക എന്ന് പറയുന്നത് ലോകത്തിൽ മറ്റെവിടെയെങ്കിലും നടക്കുമോ കുമാറെ? അത് ഈ കേരളത്തിൽ ഇവിടെ അതിനും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടാണ്, കേരളത്തിൽ ആർക്കും എന്തുമാകാം എന്നുള്ളത് കൊണ്ട് ആവാം ഇത്തരത്തിലും ഒരു കാര്യം ഇവിടെ അരങ്ങേറുന്നത്. ഈ പറഞ്ഞതുപോലെ ബോധപൂർവമാണോ ബോധമില്ലാതെയാണോ എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടത്. ബോധപൂർവമാണെങ്കിൽ ഇത് വലിയ രാജ്യദ്രോഹ കുറ്റമാണ്. അമിത്ഷായ്ക്ക് തന്നെ ഇപ്പോൾ ഇതിന്റെ പരാതി പോയിട്ടുണ്ട്. വിമുക്ത ഭടന്മാരുടെ സംഘടനയൊക്കെ വലിയ സീരിയസ് ആയിട്ട് തന്നെ ഈ വിഷയം എടുത്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിക്ക് ഇത് പരാതി പോയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം വേണം. കാര്യം ഈ ഒരു ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നവരുടെ ലിസ്റ്റാണ് കുമാർ സൂചിപ്പിച്ചതുപോലെ. ഇവരുടെ 23ാം വാർഷിക സമ്മേളനമാണ് നാളെ നടക്കുന്നത് ആലപ്പുഴയിൽ. അതിൻ്റെ ആ ഒരു നോട്ടീസിൻ്റെ 7ാമത്തെ പേജിലാണ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നവരുടെ ലിസ്റ്റിൽ പർവേസ് മുഷറഫിൻ്റെ പേര് കൂടി കടന്നു കയറിയിരിക്കുന്നത്. ഇത് സംഘടനയിലെ എല്ലാവരുടെയും അറിവാണോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് സംഘടന തന്നെയാണ്. എന്തായാലും ഇത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. ഇതിൽ കൃത്യമായൊരു വിശദീകരണം അവരുടെ ഭാഗത്തു നിന്ന് ആദ്യം ഉണ്ടാകേണ്ടതുണ്ട്. സൂചിപ്പിച്ചതുപോലെ ബോധപൂർവമായി തന്നെയാണ് ഇവർ പോയിട്ടുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വേണം. മാത്രമല്ല രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി ഇവർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണം എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ആവശ്യം. ഇന്ന് ഉച്ചയോടുകൂടിയാണ് നമ്മുടെ ചീഫ് എഡിറ്ററായ രാജേഷ് പിള്ള ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവിട്ടത്. അതിനെ തുടർന്ന് ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലും നമ്മുടെ പേജുകളിലും ഒക്കെ വലിയ വിമർശനങ്ങളാണ് ഇത് സംബന്ധിച്ച് വരുന്നത്. നിരവധി പേർ നമ്മളെ വിളിച്ചു ചോദിക്കുകയുണ്ടായി ഇത് സംബന്ധിച്ച് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി. ഇത് തീർത്തും ഈ പറഞ്ഞതുപോലെ ന്യായീകരണങ്ങളില്ലാത്ത ഒരു തെറ്റാണ്. അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ഈ ഒരു തെറ്റിന് ന്യായീകരണമില്ല. കാര്യം നമ്മുടെ രാഷ്ട്രം, നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച ഒരു ഗൂഢശക്തി, അതും അദ്ദേഹം ഏകാധിപതിയായി നിന്നുകൊണ്ടാണ് ആ ഒരു യുദ്ധത്തിന് അന്ന് നേതൃത്വം നൽകിയത്. കാർഗിൽ യുദ്ധമുണ്ടായ ഒരു ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. അതും തന്ത്രങ്ങൾ ഉപയോഗിച്ച് ചതിയിലൂടെ ഇന്ത്യയെ വരുതിയിലാക്കാൻ ശ്രമിച്ച ആ ഒരു പ്രദേശം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. അതും ഉയരങ്ങളിലിരുന്നു കൊണ്ട് ആക്രമിക്കുക എന്നുള്ള ഒരു യുദ്ധതന്ത്രം കൈക്കൊണ്ടുകൊണ്ട് അവിടേക്ക് ആ ഉയരങ്ങളിലേക്ക് കയറിപ്പോയ നമ്മുടെ 527 പട്ടാളക്കാരെയാണ് അന്ന് ഈ പർവേസ് മുഷറഫിൻ്റെ സൈന്യം വധിച്ചത്. ആ ഒരു വ്യക്തിയെയാണ് ഇപ്പോൾ ഈ ഒരു ബാങ്ക് യൂണിയൻ്റെ അവരുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ കടന്നു കയറിയത് എന്നുള്ളതാണ് ഏറെ വൈചിത്രമായ കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നേരത്തെ പറഞ്ഞ ചതിയാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം അത് എപ്പോഴും പാകിസ്ഥാന്റെ രൂപീകരണം മുതൽ തന്നെ എപ്പോഴും വഷളായി. ഒരു വശത്തൂടെ ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അന്ന് എല്ലാവരും പറഞ്ഞത് ഇത് വലതുപക്ഷ കക്ഷികൾ, അതായത് BJP ആണ് വലതുപക്ഷമെന്ന് അന്ന് പറഞ്ഞിരുന്നത്. ആദ്യമായി ഒരു BJP സർക്കാർ അധികാരത്തിൽ വരുന്നു. അതിനുശേഷം പാകിസ്ഥാനുമായി ഒരു സൗഹൃദം അല്ലെങ്കിൽ
അല്ലെങ്കിൽ പാകിസ്ഥാനുമായ ചർച്ചകൾ, സമാധാന അന്തരീക്ഷം ഇതൊന്നും സാധ്യമല്ല എന്ന് കരുതിയിരുന്ന ഘട്ടത്തിലാണ് അടൽ ബിഹാരി വാജ്പേയി എന്ന ലോകത്തിൻ്റെ തന്നെ നേതാവ് പാകിസ്ഥാനിലേക്ക് സൗഹൃദ ഹസ്തം നീട്ടുന്നത്. അവരെ ഹസ്തം സ്വീകരിച്ചു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വാണിജ്യ കരാറുകൾ ഉൾപ്പെടെ വന്നു. അതിനുശേഷം ട്രെയിൻ, ബസ് സർവീസുകൾ ആരംഭിച്ചു. ഇതൊക്കെ അവരുടെ ഒരു നാട്യമായിരുന്നു. തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഈ സമാധാനത്തിൻ്റെതായ ഈ കാര്യക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഒരു ഭാഗത്ത് എങ്ങനെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാം, എങ്ങനെ ഇന്ത്യൻ സംസ്ഥാനമായ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കശ്മീർ പിടിച്ചെടുക്കാം എന്നാണ് പാകിസ്ഥാൻ അന്ന് നോക്കിയത്. അവർ നുഴഞ്ഞു കയറി ഈ കാർഗിൽ എന്ന് പറയുന്ന പ്രദേശത്തെ ഉയർന്ന മേഖലകൾ കീഴടക്കിക്കൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന് വളരെയധികം ഭീഷണിയായിക്കൊണ്ട് നിലനിന്ന സമയത്താണ് ഇന്ത്യ ഇത് അറിയുന്നതും അതിനുശേഷം വലിയ പോരാട്ടത്തിലൂടെയാണ് ആ കാർഗിൽ തിരിച്ചു പിടിക്കുന്നത്. പർവേസ് മുഷറഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ അയാൾ ഇന്ത്യൻ സൈന്യത്തോട് മാത്രമല്ല ക്രൂരത കാട്ടിയിട്ടുള്ളത്, സ്വന്തം സൈന്യത്തോട് പോലും ക്രൂരത കാട്ടിയിട്ടുള്ളതാണ്. കാര്യം മരിച്ചു വീഴുന്ന ഓരോ പാകിസ്ഥാൻ പട്ടാളക്കാരനെയും മുജാഹിദീൻ എന്ന് മുദ്ര കുത്തപ്പെട്ട് പട്ടാളത്തിലുള്ള ആളല്ല നുഴഞ്ഞു കയറാൻ ശ്രമിച്ചതെന്ന് വരുത്തി തീർത്ത അത്രയ്ക്കും കൗശലക്കാരനായ തന്ത്രശാലിയായ ഒരു ആളായിരുന്നു പർവേസ് മുഷറഫ്. അയാളെയാണ് ഈ ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇവിടെ ഈ ബാങ്ക് യൂണിയൻ അവരുടെ ഇതിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് ഇതിനെ ന്യായീകരിക്കാൻ വാക്കുകളില്ല. ഇതിന് യാതൊരു തരത്തിലുള്ള ന്യായീകരണവും അർഹിക്കുന്നില്ല. എന്തായാലും ഈ ഇടത് സംഘടനകളെല്ലാം അത്തരത്തിലുള്ള ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്നവരാണ്. ഈ പറയുന്ന ഈ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ കേരള എന്നത് ഒരു അഖിലേന്ത്യാ സംഘടനയായ AIBEയുടെ ഒരു CPIയുടെ സംഘടനയാണ്. CPI ഫോം ചെയ്ത സംഘടനയാണ്. CPIയുടെ ദേശീയ നേതാക്കളെല്ലാം ഈ സംഘടനയുടെ തലപ്പത്ത് ഉള്ള ഒരു സംഘടന കൂടിയാണ് ഈ AIBEA എന്ന് പറയുന്നത്, ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന സംഘടന. ആ സംഘടനയുടെ ഓരോ ബാങ്കിലും അവരുടെ യൂണിറ്റ് ഉണ്ടാവും. അതാണ് ഈ ഇതിനെ സംബന്ധിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജീവനക്കാരുടെ സംഘടന, അവരുടെ സംസ്ഥാന സമ്മേളനമാണ്. ഇടത് അനുകൂലികളാണ്, എല്ലാവരും സഖാക്കന്മാരാണ്, CPIയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്, അതിനകത്ത് രാഷ്ട്രീയം കാണുന്നവരാണ്, കേന്ദ്ര സർക്കാരിൻ്റെ വിമർശകരാണ്, ദേശീയതയെ എതിർക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു സംഘടനയാണ്. ഈ കമ്മ്യൂണിസ്റ്റുകൾ എപ്പോഴും പറയാറുണ്ട് എതിർക്കുന്നു എന്നുള്ളത് ഈ ഒരു കാര്യത്തിലൂടെ ഒന്നുകൂടെ വ്യക്തമായിരിക്കുക. തീർച്ചയായും ഇവരുടെ മോദി വിരോധം എന്നത് രാജ്യവിരോധമായി മാറിക്കൊണ്ടിരിക്കുന്നു. മോദി എന്തിനെ എതിർക്കുന്നുവോ അതിനെല്ലാം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ നയം. അല്ലാതെ ഇവർ വലിയ രാഷ്ട്രീയപരമായി പാപ്പരത്വം ബാധിച്ചിരിക്കുന്നു. സർക്കാരിനെ വിമർശിക്കാൻ ഇപ്പോൾ പഴുതുകളില്ല, സർക്കാരിനെ വിമർശിക്കാൻ ഇപ്പോൾ ഇവർക്ക് വിഷയങ്ങളില്ല. അതുകൊണ്ട് തന്നെ മോദി എന്തിനെ എതിർക്കുന്നുവോ, ഇന്ന് നമുക്കറിയാം 25ാം വാർഷികമാണ് ഭാരതം പൊരുതി നേടിയ വിജയം. 527 ധീര ബലിദാനികളായ നമ്മുടെ പട്ടാളക്കാരെ ബലികൊടുത്തുകൊണ്ട് നേടിയ വിജയം. ആ വിജയത്തിൽ അത് മാത്രമല്ല കുമാർ, ആ യുദ്ധത്തിന്റെ വിജയം എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വിജയമല്ല. ഞാൻ ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ശത്രുക്കൾ ഉയരങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് താഴേക്ക് ആക്രമണം അഴിച്ചുവിട്ടത്. അത് എളുപ്പമായിരുന്നു അവർക്ക്. പക്ഷെ നമുക്ക് താഴേന്ന് മേളിലോട്ട് കയറി ചെന്ന് വേണം ഈ ശത്രു ബങ്കറുകൾ ഓരോന്നായിട്ട് തകർക്കേണ്ടിയിരുന്നത്. ആ വലിയ കടമ്പ കടന്നുകൊണ്ടാണ് ദ്രാസും ടൈഗർ ഹിൽസും തൊറോലെങ്ങും ഒക്കെ നമ്മുടെ പട്ടാളക്കാർ പിടിച്ചെടുത്തത്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. ശരിക്കും 72-ലെ യുദ്ധത്തിന് ശേഷം ഭാരതം നേടിയ വലിയൊരു യുദ്ധവിജയം. ലോകത്തിൽ തന്നെ, ചരിത്രത്തിൽ തന്നെ വലിയ ഇടം കിട്ടിയ ഒരു സംഭവമാണ് ഈ കാർഗിൽ വിജയ് ദിവസ്. അതായത് ഇന്നത്തെ ദിവസം ജൂലൈ 26. ആ ഒരു ദിവസത്തെ മുഴുവൻ മുഴുവൻ ഒരു പകിട്ടിനെയാണ് ഇപ്പോൾ നിറം കെടുത്തിയിരിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന്. ഈ മലനിരകൾ ചേർന്ന ഒരു ബാറ്റിൽ ഫീൽഡ്, അവിടെ ഉയരങ്ങളിൽ നിന്നുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുക എന്നത് ലോകത്തൊരു ആർമിയും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ പട്ടാളക്കാരല്ലാതെ അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ കയ്യടി നേടിയ ഒരു യുദ്ധ വിജയമായിരുന്നു. നമുക്ക് ആർട്ടിലറി ആ സമയത്ത് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ട്രൂപ്സ് അവിടെ തടങ്കലിലുണ്ടായിരുന്നു. വ്യോമസേനയെ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ടെറൈൻ ഡിഫിക്കൽറ്റി കാരണം. ആ ഒരു സമയത്ത് ഇന്ത്യൻ പട്ടാളക്കാരുടെ മനോബലം കൊണ്ട് മാത്രം നേടിയ വിജയമാണ്. വാർ ഫ്രണ്ടിലേക്ക് പോവുക എന്നുള്ള അക്ഷരാർത്ഥത്തിൽ വാർ ഫ്രണ്ടിലേക്ക് കടന്നു ചെന്ന് ആണ് അവർ ഓരോ ബങ്കറുകളും ശത്രുപാളയങ്ങളും കീഴടക്കിയത് എന്നുള്ളതാണ്. അതെ, ജീവൻ വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ ധീരന്മാർ നേടിയ ആ വിജയം. അതുകൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി കാർഗിലിൽ എത്തുകയും ദ്രാസിലെ യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് മരിച്ച വീര ജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും പാകിസ്ഥാനെതിരെ ശക്തമായ മുന്നറിയിപ്പാണ്. ഇന്ന്
ഈ നിഴൽ യുദ്ധം കൊണ്ട് ഇന്നും ഭാരതത്തിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇന്നും കശ്മീരിലെ പലയിടങ്ങളിലും ഭീകരവാദ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ആ ആക്രമണങ്ങൾക്കെതിരെ ഇന്ത്യ ഒരു വലിയൊരു ഓപ്പറേഷൻ ആരംഭിച്ചും കഴിഞ്ഞു. ആ സമയത്താണ് അദ്ദേഹം പാകിസ്ഥാൻ്റെ ഒരു ദുഷ്ടലാക്കും അല്ലെങ്കിൽ എല്ലാ ദുഷ്ട ലക്ഷ്യങ്ങളെയും ഞങ്ങൾ തകർത്തെറിയും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കശ്മീരിനെ സ്വതന്ത്രമാക്കണം എന്ന് പറഞ്ഞ ആസാദി മുദ്രാവാക്യത്തിൻ്റെ ഉടമ എന്നത് CPI കാരനിൽ നിന്നായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഇന്ന് അദ്ദേഹം CPIയിൽ ഇല്ല എങ്കിൽ കൂടി CPI പല ഘട്ടങ്ങളിലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ആദരവ് നേടിയിട്ടുണ്ടെങ്കിലും ഇന്ന് CPI ഈ അർബൻ നക്സലൈറ്റുകളുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യദ്രോഹികളുടെയും ജിഹാദികളുടെയും ഒക്കെ ഒരു ബേസ് പോയിൻ്റായി അല്ലെങ്കിൽ അവരെ ഒരു സപ്പോർട്ട് സിസ്റ്റമായി മാറിക്കഴിഞ്ഞു. അവർക്ക് ആവശ്യമുള്ള ഒരു ബൗദ്ധിക പിന്തുണ നൽകുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു. കുമാർ, അതാണ് എനിക്ക് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്. കാര്യം ഇങ്ങനെ ഒരു കാര്യം ബോധപൂർവമാണ് അവരുടെ നോട്ടീസിൽ ആ ലിസ്റ്റിലേക്ക് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ, പർവേസ് മുഷറഫിന്റെ പേര് ബോധപൂർവമാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാലാകാലങ്ങളിലായി പറയുന്ന റെഡ് ജിഹാദിസം എന്ന് പറയുന്ന ഒരു വാക്കിന് ഒന്നുകൂടി പ്രസക്തി കൈവരികയാണ്. അതെ, റെഡ് ജിഹാദി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇന്ത്യയിൽ നിലവിലുള്ള ഒരു റെഡ് ബെൽറ്റ് മാവോയിസ്റ്റ് സംഘം, ആ സംഘത്തോടൊപ്പം പാകിസ്ഥാനിലെ ജിഹാദി സംഘടനകൾ ഒപ്പം ചേരുന്നു, അല്ലെങ്കിൽ അൽ ഖ്വയ്ദ പോലുള്ള മറ്റ് അന്തർദേശീയ തീവ്രവാദ സംഘടനകൾ ഒപ്പം ചേരുന്നു എന്നാണ് നമ്മൾ കരുതിയത്. അല്ല, ഇതിലെ അവർക്ക് ഈ ഫോർമലായിട്ടുള്ള, അതായത് ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നറിയപ്പെടുന്ന ഇത്തരം സംഘടനകളും അവരോടൊപ്പം ചേരുന്നു. എന്നിട്ട് അത് നോട്ടീസിൽ വരെ അച്ചടിച്ചുകൊണ്ട് ആദരിക്കാൻ കാണിക്കുന്ന ഒരു ധൈര്യം, ധൈര്യമാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. കാര്യം ഇത് പിന്നിൽ അങ്ങനെ ബോധപൂർവമാണ് ചെയ്യുമെങ്കിൽ ഇതൊരു ചെറിയ സംഭവമല്ല, ചെറിയ ഒരു വിഭാഗവുമല്ല ഇതിന് പിന്നിലുള്ളത്. ഒരു വലിയ ബെൽറ്റ് ഇതിന് പിന്നിലുണ്ട്. തീർച്ചയായും അത് അന്വേഷണത്തിന് വിധേയമാക്കണം. ആ അന്വേഷണ ആക്കുന്ന മുഴുവൻ പേരെയും രാജ്യദ്രോഹ കുറ്റം തന്നെ ചുമത്തി അവർക്കെതിരെ കർശന ശിക്ഷ നടപടികൾ ഉണ്ടാകണമെന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ വാർത്തയെ പിന്തുണച്ചുകൊണ്ട് തന്നെ നിരവധി പേർ കമന്റുകളായി തന്നെ പ്രതിഷേധം എത്തിയിട്ടുണ്ട്. വിമുക്ത ഭടന്മാരുടെ സംഘടനകളൊക്കെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ CPIയിലെ ബുദ്ധിജീവികൾക്ക്, ഏതോ ഒരു സിനിമയിൽ പറയും പോലെ പാർട്ടിയിലെ ബുദ്ധിജീവിയായാൽ പിന്നെ സമരത്തിന് പോണ്ട, മറ്റ് പ്രശ്നങ്ങൾക്കൊന്നും പോണ്ട, ഇങ്ങനെ ഓരോന്ന് എഴുതി വിട്ടാൽ മതി. ഒരുപക്ഷെ അത്തരം ബുദ്ധിജീവികൾക്ക് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. ഈ അറിവുണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഈ നോട്ടീസ് വായിക്കുന്ന, അല്ലെങ്കിൽ ഈ നോട്ടീസ് ആദ്യം കിട്ടുക ഇതിൻ്റെ ബന്ധപ്പെട്ട സംഘാടകർക്കും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്കുമൊക്കെ ആയിരിക്കുമല്ലോ. അവർക്കൊരു പക്ഷെ പർവേസ് മുഷറഫ് ആരാണെന്നോ കാർഗിൽ യുദ്ധം എന്താണെന്നോ ഒന്നും മനസ്സിലാകില്ലായിരിക്കാം. എന്ത് പർവേസ് മുഷറഫ്, എന്ത് നേരത്തെ പറഞ്ഞതുപോലെ സൈന്യം, ഇതൊക്കെ ഈ സൈന്യത്തെ അവഹേളിക്കാനൊക്കെ കിട്ടുന്ന എല്ലാ അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുന്നവരാണ്. ഈ ഘട്ടത്തിലെങ്കിലും, കാർഗിൽ വിജയ ദിവസത്തിലെങ്കിലും സൈന്യത്തിന് സമൂഹത്തിൽ ലഭിക്കുന്ന വലിയ ആദരവും സമ്മാനവും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ അതിൽ വിരളി പൂണ്ടിട്ടുള്ള ചിലരായിരിക്കാം ഇത്തരത്തിലുള്ള ചില കുത്സിത പ്രവർത്തികൾക്ക് കാരണമായേക്കാം. എന്തായാലും ധാരാളം ആളുകൾ, ഒരുപക്ഷെ ഇതിനോട് യോജിക്കാത്ത ധാരാളം ആളുകൾ ഈ സംഘടനയിൽ തന്നെ ഉണ്ടാകാം. ഒരുപക്ഷെ അവർക്ക് ഈ സംഘടനയുടെ ട്രെയിനിങ്ങിൽ വരുന്നത് കൊണ്ടായിരിക്കണം ദേശീയതയുടെ ഈ ഇത്തരം അടിസ്ഥാന കാര്യങ്ങളൊന്നും അറിയാതെ പോകുന്നത്. കാർഗിലിൽ നമ്മൾ നേടിയ വിജയത്തിൻ്റെ ചരിത്രം അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രമായിരിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു അമർചിത്ര കഥ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നോവൽ പോലെയോ സാങ്കല്പിക കഥ പോലെയോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അത് രാജ്യത്തിൻ്റെ സ്പന്ദനമാണെന്നും നാളെ തുടിക്കുന്ന ഒരു ചരിത്രമാണ് എന്നും, നാളെ ഉണ്ടാകുന്ന ഭീഷണികളെ നേരിടണമെങ്കിൽ അവരുടെ ഈ വീരചരിത്രങ്ങൾ അവർക്ക് അറിവുണ്ടാകണം. ഈ 527 ജീവനുകളുടെ മുകളിലാണ് ഈ പറയുന്ന എല്ലാ സംഘടനകളും ഇന്ന് ഭാരതത്തിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ സംസ്ഥാന സമ്മേളനം പോലും ഈ ഭാരതഭൂമിയിൽ, ആലപ്പുഴ എന്നത് പോട്ടെ, ഈ ഭാരതഭൂമിയിൽ നടത്താനുള്ള സ്വാതന്ത്ര്യം അത് കാത്തു സൂക്ഷിക്കുന്നത് അതിർത്തിയിൽ നിൽക്കുന്ന ഈ പറയുന്ന 527 പേരുടെ പ്രതിരൂപങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു രാഷ്ട്രീയ തത്വസംഹിത. ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ, രാജ്യസ്നേഹം ഇല്ലെങ്കിൽ പിന്നെ ഈ സമൂഹത്തിന് വലിയ പ്രസക്തിയോ ജീവനോ ഇല്ല എന്നുള്ളതാണ്. ആ രാജ്യസ്നേഹം സമൂഹത്തിൽ നിന്നും വിവിധ മേഖലകളിൽ നിന്നും ഊറ്റിയെടുത്ത് മാറ്റാനുള്ള ഇത്തരം സംഘടനകളുടെ പിന്നിലെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു ലക്ഷ്യം അത് തീർച്ചയായും സമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ ശക്തമായി തന്നെ തത്വമയി ഉണ്ടാകും. ഇതിലെ കുറ്റക്കാർ നേരത്തെ പറഞ്ഞതുപോലെ അത് ബോധപൂർവമാണോ അല്ലെങ്കിൽ അബോധാവസ്ഥയിലാണോ, എന്ത് അവസ്ഥയിലായാലും
ചെയ്തത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. ഇതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തുന്നതിൽ അല്ലെങ്കിൽ അത് കണ്ടെത്താൻ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന ഈ ഒരു വാർത്തയുമായി, ഇതിൻ്റെ തുടർ വാർത്തകളുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.